ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ വീഡിയോ മസാല ദോശ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാൽ എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ തയ്യാറാക്കാമെന്ന് വീഡിയോയിലേക്ക് പോകാം. 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, 1/4 ടീസ്പൂൺ ഉലുവി. ഇത് നന്നായി കഴുകി വൃത്തിയാക്കുക. 2-3 തവണ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുക. എന്നിട്ടിത് കുതിർക്കാൻ വയ്ക്കാം. 4-5 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇനി നമുക്കിത് കുറച്ച് ബാച്ചായിട്ട് അരച്ചെടുക്കാം. ജാറിലേക്ക് കുതിർക്കാൻ വെച്ചിട്ടുള്ള അരിയും ഉഴുന്നുപരിപ്പും ഉലുവയും 1 ടേബിൾ സ്പൂൺ പോഹയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, കുറച്ച് വെള്ളമാണ് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാം. ഇനി ജാറിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് ഷേക്ക് ചെയ്ത് ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. തണുത്തതിന് ശേഷം നമ്മുടെ മാവിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഞാൻ. ഇനി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി കുക്കറിലേക്ക് 3 ഉരുളക്കിഴങ്ങും അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് 2 വിസിൽ വേവിച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടിക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് പച്ചമണം മറന്നേരം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കാശ്മീരി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മുടെ തവയിലേക്ക് ദോശ ഒഴിച്ച് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാം. ഇത് കണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് വേണം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയും കൂടി വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കാം. അപ്പോൾ ക്രിസ്പിയും സ്പൈസി ആയിട്ടുള്ള മസാല ദോശ തയ്യാറാക്കാൻ ഈ ഒരു മെത്തേഡിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ കേട്ടോ. മസാല ദോശയ്ക്ക് പറ്റിയ 2 കോമ്പിനേഷനായിട്ട് 2 ചട്നി റെസിപ്പിയാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്ന് തേങ്ങ ചട്നിയാണ്, ഒന്ന് തേങ്ങയില്ലാത്ത ചട്നിയാണ്. നമുക്കതെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.